أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد السلام عليكم ورحمة الله وبركاته. സൂറ ഇഖ്ലാസിലെ ആദ്യ വചനത്തിൻ്റെ തഫ്സീറായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആയത്തിൻ്റെ തർജ്ജമ ഇപ്രകാരമാകുന്നു: പറയുക, അല്ലാഹു അവൻ ഏകനാകുന്നു. കഴിഞ്ഞ ദർസിൽ ഖുർആൻ്റെ അവസാനം 3 സൂറത്തുകൾ, അതായത് സൂറ ഇഖ്ലാസ്, സൂറ ഫലഖ്, സൂറത്തുൻ നാസ്, ഈ 3 സൂറത്തുകൾ ഖുർആൻ്റെ അവസാനം വെക്കാനുള്ള കാരണം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അള്ളാഹു മനുഷ്യകുലത്തിന് ഒരു പരിഹാരമായിട്ടാണ് ഈ സൂറത്തുകൾ ഖുർആൻ്റെ അവസാനത്തിൽ വെച്ചത്. അതിനെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഹുസൂർ പറയുന്നു: ഏതുപോലെ ഒരു നല്ല കവി അല്ലെങ്കിൽ ഒരു നല്ല എഴുത്തുകാരൻ തൻ്റെ വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷനും വിഷയം അവതരിപ്പിച്ചതിന് ശേഷം ഒരു കൺക്ലൂഷനും നൽകുന്നുവോ, അതേപോലെ തന്നെ കാമിൽ കിതാബായ ഖുർആനിലും അള്ളാഹു ഇൻട്രൊഡക്ഷനായി സൂറ ഫാത്തിഹയെയും കൺക്ലൂഷനായി 3 കുല്ലിനെയും, അതായത് അവസാനത്തെ 3 സൂറത്തുകളെയും വെച്ചത്. അതായത് ഖുർആൻ്റെ ഈ 3 സൂറത്തുകളിൽ ഖുർആൻ്റെ മൊത്തം സാരാംശം അല്ലെങ്കിൽ സമ്മരി ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ഹുസൂർ പറയുന്നു. തുടർന്ന് ഇതിൻ്റെ തഫ്സീറിൽ ഹുസൂർ പറയുന്നു, ഇതിൻ്റെ തുടക്കത്തിൽ ഖുൽ എന്ന് പറഞ്ഞതിൻ്റെ പുറകിൽ ഒരു ഹിക്മത്തുണ്ട്. അള്ളാഹു ഇവിടെ ഖുൽ, അതായത് നീ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ മുസ്ലിം ഉമ്മത്തിനെയും ഉണർത്തുകയാണ്. അതായത് ഖുർആനിൽ ബഖറ തൊട്ട് ലഹബ് വരെ പല തരത്തിലുള്ള അഹ്കാമുകളും നിർദ്ദേശങ്ങളും വിവരിച്ചു തന്നിരിക്കുന്നു. ഇനി ഞാൻ തന്നെ ഇതിൻ്റെ അവസാനം ഇതിൻ്റെ എല്ലാം ഒരു സമ്മരി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഇനി നിങ്ങൾ ഈ സമരിയെ മനസ്സിലാക്കുകയും അതിനെ പഠിക്കുകയും പിന്നെ തൻ്റെ വരും തലമുറക്കും മറ്റ് ജനങ്ങൾക്കും ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുക. ഏതുവരെ മുഴുവൻ ലോകവും ഈ ഒരു സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നില്ലയോ, അതുവരെയും നിങ്ങൾ ലോകത്തിന് അള്ളാഹുവിൻ്റെ വഹദാനിയത്തും സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശവും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. തുടർന്ന് ഹുസൂർ ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ള മറ്റൊരു കാര്യം വിവരിച്ചുകൊണ്ട് പറയുന്നു: അള്ളാഹുവിൻ്റെ 2 സിഫത്തുകളുണ്ട്. അതായത് അള്ളാഹു വാഹിദാണ്, അള്ളാഹു അഹദുമാണ്. ഇത് രണ്ടും തമ്മിൽ, അതായത് വാഹിദും അഹദും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹുസൂർ പറയുന്നു, അറബിയിൽ എണ്ണം പറയുന്നത് വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഖംസ എന്നാണ്. അതായത് 1, 2, 3, 4, 5. 1-ൽ നിന്നും 2 പിന്നെ 3, പിന്നെ 4, പിന്നെ അതിൽ നിന്നും 5 അങ്ങനെ തുടരുന്നു. അള്ളാഹുവിനെ സിഫത്തെ വാഹിദുമായി ചേർത്ത് പറയുമ്പോൾ ഹുസൂർ പറയുന്നു, അള്ളാഹുവിനെ സിഫത്തെ വാഹിദുമായി ചേർത്ത് പറയുമ്പോൾ ഈ ലോകത്തിലുള്ളതെല്ലാം അള്ളാഹുവിൽ നിന്നാണ് ഉണ്ടായത് എന്ന് അർത്ഥം വരും. അതായത് തുടക്കം, ഇബ്തിദ അല്ലെങ്കിൽ തുടക്കം അള്ളാഹു ആണ്. അള്ളാഹുവിൽ നിന്നാണ്, വാഹിദിൽ നിന്ന്, ഏതുപോലെ വാഹിദിൽ നിന്ന് ഇസ്നാനി, സലാസ, അർബ, ഖംസ ആയോ, അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് ഈ ലോകത്തിലെ മറ്റ് പലതും ഉണ്ടായി എന്ന് ഹുസൂർ പറയുന്നു. ഈ വാഹിദ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ സിഫത്തുമായി ബന്ധമുള്ളതാണ്. അള്ളാഹു റഹീമാണ്, മനുഷ്യന്മാരും കരുണ കാണിക്കാറുണ്ട്. അള്ളാഹു ഗഫാറാണ്, മനുഷ്യന്മാരും പുറത്തു കൊടുക്കാറുണ്ട്. അള്ളാഹു സത്താറാണ്, മനുഷ്യന്മാരും മറച്ചു വെക്കാറുണ്ട്. അപ്പോൾ ഈ വാഹിദ് എന്നുള്ള ഈ സിഫത്ത്, അത് അള്ളാഹുവിൻ്റെ സിഫത്തുമായി ബന്ധപ്പെട്ടതാണ്.
ഏതുപോലെ വാഹിദിൽ നിന്ന് ഇസ്നാനി സലാസ ഉണ്ടായിയോ അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ മമ്പ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ തുടക്കം അള്ളാഹുവാണ്. അള്ളാഹുവിൽ നിന്നാണ് മറ്റ് ഈ ലോകത്തിലുള്ളതെല്ലാം ഉണ്ടായത് എന്നുള്ള അർത്ഥമാണ് അള്ളാഹുവിൻ്റെ സിഫത്തെ വാഹിദ് എന്ന് നമ്മൾ അള്ളാഹുവിനെ സിഫത്ത് വാഹിദുമായി ചേർത്ത് പറയുമ്പോൾ അർത്ഥം വരിക. പക്ഷേ അഹദ് എന്ന പദം അള്ളാഹുമായി ചേർത്ത് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടതാണ്. തൻ്റെ അസ്തിത്വത്തിൽ അള്ളാഹു ഏകനാണ്. അവൻ ആരിൽ നിന്നും ഉണ്ടായതല്ല, അവനിൽ നിന്ന് ആരും തന്നെ ഉണ്ടാകുന്നതുമല്ല. ഏതുപോലെ അറബിയിൽ അഹദ് എന്ന പദത്തിൽ നിന്ന് അറബിയിൽ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അഹദ് അത് ഒറ്റക്കുള്ള ഒരു വേർഡാണ്. അഹദ്, ഇസ്നാനി, സലാസ എന്ന് അറബിയിൽ പറയാറില്ല. മറിച്ച് വാഹിദ്, ഇസ്നാനി, സലാസ എന്നാണ് അറബിയിൽ പറയുന്നത്. അതായത് അള്ളാഹു അഹദുമാണ്, അതേസമയം അള്ളാഹു വാഹിദുമാണ്. തൻ്റെ അസ്തിത്വത്തിൽ താൻ ഏകനാണ്, വേറെ ആരും തന്നെ ഇല്ല, അതിന് സമമായിട്ട് പങ്കാളിയായിട്ട് വേറെ ആരും തന്നെ ഇല്ല. അതേസമയം അള്ളാഹു വാഹിദുമാണ്. ഈ ലോകത്തിലുള്ളതെല്ലാം അള്ളാഹുവിൽ നിന്നാണ് ഉണ്ടായത്. ബാക്കി ഇൻഷാ അല്ലാഹ് തആല അടുത്ത ക്ലാസ്സിൽ വിവരിക്കുന്നതാണ്.